ഹലോ ഗൈസ്, എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്, ഞാൻ എൻ്റെ റീസെൻ്റ് ആയിട്ട് എഡിറ്റ് ചെയ്ത വീഡിയോസിലെല്ലാം ഒരു ബ്ലാക്ക് ഓപ്പണിംഗ് ബാർ കൊടുക്കാറുണ്ട്, അല്ലെങ്കിൽ ഒരു ബ്ലാക്ക് സിനിമാറ്റിക് ഓപ്പണിംഗ് ബാർ കൊടുക്കാറുണ്ട്. സോ ആ ഒരു കാര്യം കൊടുത്തതിന് ശേഷം എനിക്ക് ആ ഒരു വീഡിയോ പ്ലേ ചെയ്യുമ്പോൾ കുറച്ചുകൂടി ഭംഗി വരുന്നതായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. എനിക്ക് മാത്രമല്ല കേട്ടോ, കുറേ പേര് DM-ലും അതേപോലെ തന്നെ കമൻറ്റ് ബോക്സിലൊക്കെ പറഞ്ഞതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. സോ ആ ഒരു കാര്യം നമുക്ക് എങ്ങനെ അലൈറ്റ് മോഷനിൽ, അല്ലെങ്കിൽ ആ ഒരു ഓപ്പണിംഗ് ബാർ നമുക്ക് എങ്ങനെ അലൈറ്റ് മോഷനിൽ ചെയ്യാം എന്നുള്ളതാണ് ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. സോ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് ഫുള്ളായിട്ട് കാണാം. എന്തായാലും നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം നിങ്ങൾ അലൈറ്റ് മോഷൻ ഓപ്പൺ ചെയ്യുക. അലൈറ്റ് മോഷൻ ഓപ്പൺ ചെയ്തതിന് ശേഷം പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഏത് റേഷ്യോ ആണെങ്കിലും നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. ഇപ്പോൾ സാധാരണ ഒരു MP4 വീഡിയോ അല്ലെങ്കിൽ ഒരു ലവ് സ്റ്റാറ്റസ് ഒക്കെയാണ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നതെങ്കിൽ ഒട്ടുമിക്ക ആൾക്കാരും 16:9 അല്ലെങ്കിൽ 4:3 ആണ് സെലക്ട് ചെയ്യാറ്. എല്ലാ റേഷ്യോ നമുക്ക് യൂസ്ഫുൾ ആണ്, പക്ഷേ ഒട്ടുമിക്ക ആൾക്കാരും ഈ ഒരു റേഷ്യോ ആണ് സെലക്ട് ചെയ്യാറ്. ഞാനിപ്പോൾ ഇവിടെ 16:9 ആണ് സെലക്ട് ചെയ്യുന്നത്. അതിനുശേഷം ക്രിയേറ്റ് പ്രൊജക്റ്റ് ക്ലിക്ക് ചെയ്യാം. ഇനി പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് വേണ്ട വീഡിയോ അല്ലെങ്കിൽ നിങ്ങളുടെ പ്രൊജക്റ്റ് ഓപ്പൺ ആക്കിയിട്ട് ജസ്റ്റ് ഇങ്ങനെ ചെയ്താൽ മതി. ഞാൻ ഒരു വീഡിയോ ഇവിടെ ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതിനുശേഷം അതിൻ്റെ സൗണ്ട് ഒന്ന് കുറച്ച് വെക്കുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സോ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, ഒരു റെക്റ്റാങ്കിൾ ഇതിലോട്ട് ആഡ് ചെയ്യാം. അതിനുശേഷം എഡിറ്റ് ഷേപ്പ് ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ X ആക്സിസ് ഉണ്ടല്ലോ, അത് നന്നായിട്ട് ഫുള്ളായിട്ട് കൂട്ടി കൊടുക്കുക. ഓക്കെ, അത് എത്ര ആണെങ്കിലും നിങ്ങൾക്ക് കൂട്ടി കൊടുക്കാം, ഇതേപോലെ കൂട്ടി കൊടുക്കാം. അതിനുശേഷം വൈയിലാണ് നമ്മൾ ഈ ഒരു കാര്യങ്ങളെല്ലാം, അല്ലെങ്കിൽ ഈ ഒരു കീ ഫ്രെയിംസ് എല്ലാം ആഡ് ചെയ്യുന്നത് വൈയിലാണ്. അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മളൊരു സ്റ്റെപ്പ് മറന്നു പോയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സ്റ്റെപ്പ് നമുക്കൊന്ന് ചെയ്യാം. ബാക്ക് വരിക, അതിനുശേഷം ബ്ലെൻഡിങ് ആൻഡ് ഒപ്പാസിറ്റി പോയിട്ട് ഏറ്റവും അടിയിലായിട്ട് നിങ്ങൾക്ക് മാസ്ക് കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് മാസ്ക് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, മാസ്ക് ക്ലിക്ക് ചെയ്യാം. ഇനി ബാക്ക് വരാം. ഇനി നമ്മൾ എഡിറ്റ് ഷേപ്പ് തന്നെ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം വൈയിലാണ് നമ്മൾ കീ ഫ്രെയിംസ് ആഡ് ചെയ്യാനായിട്ട് പോകുന്നത്. സോ സ്റ്റാർട്ടിങ്ങിൽ ഒരു കീ ഫ്രെയിം ആഡ് ചെയ്യുക. അതിനുശേഷം 2 സെക്കൻഡ് അപ്പുറത്തായിട്ട്, അപ്പോൾ ഞാൻ ഈ ഒരു റെക്റ്റാങ്കിൾ ഒന്ന് ഫുള്ളാക്കി കൊടുക്കുന്നുണ്ട്. ഓക്കെ, നമ്മൾ ഈ ഒരു 2 സെക്കൻഡ് തന്നെ കൊടുക്കണം, അപ്പോഴാണ് കുറച്ചുകൂടി വൃത്തി ഉണ്ടാവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിവിടെ 2 സെക്കൻഡ്, ആ ഒരു 2 സെക്കൻഡിൽ വന്നിട്ട് എഡിറ്റ് ഷേപ്പ് ക്ലിക്ക് ചെയ്യാണ്. അതിനുശേഷം Y ആക്സിസിൽ ഒരു കീ ഫ്രെയിം ആഡ് ചെയ്യാണ്. അപ്പോൾ നമുക്ക് 2 കീ ഫ്രെയിം കിട്ടിയിട്ടുണ്ട്. ഒന്ന് 0 സെക്കൻഡിലും രണ്ടാമത്തത് 2.0, അതായത് 2ാമത്തെ സെക്കൻഡിലും നമുക്ക് കീ ഫ്രെയിംസ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഏറ്റവും ഫസ്റ്റ് കീ ഫ്രെയിമിലോട്ട് വന്നിട്ട് അത് ഫുള്ളായിട്ട് അടഞ്ഞു പോകുന്ന രീതിയിൽ നിങ്ങൾ സെറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഏകദേശം നമ്മുടെ Y ഒരു 0-ൽ കിടക്കും. ഓക്കെ, ഇനി നമ്മൾ 2ാമത്തെ കീ ഫ്രെയിമിലോട്ട് വന്നിട്ട് ഇപ്പോൾ പലർക്കും വരുന്നൊരു പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ, അവർ ഫുള്ളായിട്ട് ഓപ്പൺ ചെയ്യും. പക്ഷേ ഫുള്ളായിട്ട് ഓപ്പൺ ചെയ്താൽ ആ ഒരു ഫീൽ അല്ലെങ്കിൽ ആ ഒരു വൃത്തി കിട്ടണമെന്നില്ല. ആ ഒരു ബ്ലാക്ക് ബാർ അവിടെ വേണം, നിങ്ങളുടെ വീഡിയോയിൽ ആ ഒരു ബ്ലാക്ക് ബാർ വേണം. എന്നാലാണ് കുറച്ചും കൂടി ഈ ഒരു ഓപ്പൺ ചെയ്ത് വരുമ്പോൾ ആ ഒരു സ്മൂത്ത്നെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ബ്ലാക്ക് ബാർ കുറച്ചെങ്കിലും അവിടെ കാണിക്കണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിവിടെ കുറച്ച് ഭാഗം അവിടെ വെച്ചിട്ടുണ്ട്. ഫുള്ളായിട്ട് നമ്മൾ ഓപ്പൺ ചെയ്യരുത്, കുറച്ച് ഭാഗം അവിടെ വെക്കുക. ഓക്കെ, ഇനി നമ്മൾ ചെയ്യേണ്ടത് ഗ്രാഫ് ആഡ് ചെയ്യുക എന്നുള്ളതാണ്. സോ ഞാൻ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ ചോയ്സാണ് ഗ്രാഫ് ആഡ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്നുള്ളതൊക്കെ നിങ്ങളുടെ ചോയ്സാണെന്നൊക്കെ ഞാൻ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ ഒരു കാര്യത്തിൽ, ഈ ഒരു ഓപ്പണിംഗ് ബാറിൽ ഞാൻ പറയുന്ന ഈ ഒരു ഗ്രാഫ് നിങ്ങൾ യൂസ് ചെയ്യുക. അപ്പോഴാണ് കുറച്ചുകൂടി ഞാൻ ചെയ്യുന്ന രീതിയിലുള്ള ഒരു സ്മൂത്ത്നെസ് നിങ്ങൾക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്ന ഈ ഒരു ഗ്രാഫിനെ നിങ്ങൾ യൂസ് ചെയ്യണം. ഓക്കെ, സോ ഈ ഒരു ഗ്രാഫ് നിങ്ങൾക്ക് പുതുതായിട്ട് കാണുന്ന രീതിയിൽ തോന്നിയേക്കാം, പക്ഷേ ഈ ഒരു ഗ്രാഫാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, എക്സാക്റ്റ് സെയിം ആയിട്ടുള്ള ഈ ഒരു ഗ്രാഫാണ് നമ്മളിവിടെ യൂസ് ചെയ്യേണ്ടത്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഗ്രാഫ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ഡൗട്ട് വരികയാണെങ്കിൽ എന്തായാലും ഞാൻ ഈ ഒരു പ്രൊജക്റ്റിൻ്റെ XML ഫയൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കും. അവിടെ നിന്ന് നിങ്ങൾക്ക് ഈ ഒരു ഗ്രാഫ് കോപ്പി ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, ഇനി ബാക്ക് വരാം. സോ ആ ഒരു കാര്യം നമുക്കിവിടെ കംപ്ലീറ്റ് ആക്കി കൊടുത്തിട്ടുണ്ട്. കറക്റ്റ് ആ ഒരു സ്മൂത്ത്നെസ് നമുക്കിവിടെ ഫീൽ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, ഫൈൻ. ഇനി നമ്മൾ 2 സ്റ്റെപ്പും കൂടി ചെയ്യാറുണ്ട്. അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ, നമ്മൾ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഒരു റെക്റ്റാങ്കിൾ ആഡ് ചെയ്യുക, ഫിൽ സ്ക്രീൻ ചെയ്യാം. ഓക്കെ, ഇനി ഇതിലോട്ട് നമ്മൾ ആഡ് എഫക്റ്റിൽ പോയിട്ട് കോപ്പി ബാക്ക്ഗ്രൗണ്ട് ആഡ് ചെയ്ത് കൊടുക്കുക. സോ നമ്മൾ എൻ്റെ വീഡിയോസിൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഓപ്പൺ ആയിട്ട് വരുമ്പോൾ ഒരു ബ്ലർ കൂടിയിട്ട് അവിടെ ഉണ്ട്. സോ ഞാൻ ഒരു ക്യാമറ ലെൻസ് ബ്ലറാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇവിടെ അലൈറ്റ് മോഷനിലാണെങ്കിൽ നമുക്ക് ക്യാമറ ലെൻസ് ബ്ലറൊക്കെ ചെയ്യാൻ പറ്റും. അതിൻ്റെ ട്യൂട്ടോറിയലൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഞാനിപ്പോൾ സിമ്പിളായിട്ട് ഒരു ഗോഷ്യൻ ബ്ലറാണ് ആഡ് ചെയ്യുന്നത്. സോ ആഡ് എഫക്റ്റ് സെലക്ട് ചെയ്യാം. അതിനുശേഷം ബ്ലറിൽ പോയിട്ട് നിങ്ങൾ ഗോഷ്യൻ ബ്ലർ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, സോ ഗോഷ്യൻ ബ്ലറിൽ നമ്മൾ 2 കീ ഫ്രെയിംസ് ആഡ് ചെയ്യണം. സോ സ്റ്റാർട്ടിങ്ങിൽ ഒരു കീ ഫ്രെയിം ആഡ് ചെയ്യാം. അതിനുശേഷം 2ാമത്തെ സെക്കൻഡിൽ നമ്മളൊരു കീ ഫ്രെയിം ആഡ് ചെയ്യുക. അതിനുശേഷം 2ാമത്തെ കീ ഫ്രെയിം 0 ആക്കി കൊടുക്കുക. സ്റ്റാർട്ടിങ്ങിൽ ഇത് നിങ്ങളുടെ ചോയ്സാണ്. ഇപ്പോൾ എത്രത്തോളം ആ ഒരു ബ്ലർനെസ് നിങ്ങൾക്ക് സ്റ്റാർട്ടിങ്ങിൽ വരണം എന്നുള്ളത് നിങ്ങൾക്ക് തീരുമാനിക്കാൻ പറ്റും. ഞാനിവിടെ ഏകദേശം ഒരു 300 ആണ് സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്, 0.300. ഓക്കെ, ഞാൻ ആ ഒരു കാര്യം ഒന്ന് ഡിസേബിൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് എനേബിൾ ചെയ്ത് കൊടുക്കാം. സോ റെക്റ്റാങ്കിൾ ടൂൽ തന്നെ ഇനി ഒരു എഫക്റ്റും കൂടി നമുക്ക് ആഡ് ചെയ്യാനുണ്ട്.
സോ ആഡ് എഫക്റ്റ് സെലക്ട് ചെയ്യുക. ടൈൽസ് എഫക്റ്റ് ഡിസ്ട്രക്ഷൻ ആൻഡ് വാപ്പിൽ പോയാൽ നിങ്ങൾക്ക് ടൈൽസ് എഫക്റ്റ് കാണാൻ പറ്റും. സോ അത് ഇതിലോട്ട് സ്റ്റാൻഡേർഡ് സെറ്റിങ്സോട് കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം മിറർ ഓപ്ഷൻ എനേബിൾ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ആ ഒരു കാര്യം ഉണ്ടല്ലോ, ആ ഒരു ടൈൽസ് എഫക്റ്റ് ഗോഷൻ ബ്ലറിൻ്റെ മുകളിലായിട്ട് പ്ലേസ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇനി ഒരു എഫക്റ്റ് കൂടി നമ്മൾ ആഡ് ചെയ്യാനുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ എക്സ്പോഷറാണ്. സോ സ്റ്റാർട്ടിങ്ങിൽ കുറച്ചൊന്നിങ്ങനെ വരുമ്പോൾ കുറച്ചുകൂടി ഒരു ഫീല് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു കാര്യം ആഡ് ചെയ്ത് കൊടുക്കുന്നത്. സോ അതിനായിട്ട് ആഡ് എഫക്റ്റ് സെലക്ട് ചെയ്യാം. കളർ സെലക്റ്റിൽ പോയിട്ട് എക്സ്പോഷർ ആൻഡ് ഗാമ ഇതിലോട്ട് സ്റ്റാൻഡേർഡ് സെറ്റിങ്സോട് കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. ഇതിൽ നമ്മൾ 2 കീ ഫ്രെയിംസ് ആഡ് ചെയ്യണം. സോ എക്സ്പോഷറിലാണ് നമ്മൾ 2 കീ ഫ്രെയിംസ് ആഡ് ചെയ്യാനായിട്ട് പോകുന്നത്. സോ സ്റ്റാർട്ടിങ്ങിൽ ഒരു കീ ഫ്രെയിം ആഡ് ചെയ്യുക. ആ ഒരു രണ്ടാമത്തെ സെക്കൻഡ്, ആ ഒരു 2 സെക്കൻഡ്സിൽ തന്നെ നമ്മൾ രണ്ടാമത്തെ കീ ഫ്രെയിം ആഡ് ചെയ്ത് കൊടുത്തിട്ട് സ്റ്റാർട്ടിങ്ങിലെ കീ ഫ്രെയിമിലോട്ട് തന്നെ വന്നിട്ട് അത് ഏകദേശം ഒരു 50 അല്ലെങ്കിൽ 1.0 നിങ്ങൾക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അത് നിങ്ങളുടെ ചോയ്സാണ്. ഈ ഒരു കാര്യം നിങ്ങളുടെ ചോയ്സാണ്. എത്രത്തോളം നിങ്ങൾക്ക് ആ ഒരു ഷാർപ്നെസ് വേണമെന്നുള്ളത് നിങ്ങൾക്ക് തീരുമാനിക്കാൻ പറ്റും. ഞാനിപ്പോൾ ഏകദേശം ഒരു 60 ഒക്കെയാണ് കൊടുക്കുന്നത്. ഓക്കെ, ഫൈൻ. ഇനി ബാക്ക് വരിക. ഇനി നമ്മളൊന്നും ചെയ്യാനില്ല. ഇപ്പോൾ ഈ ഒരു കാര്യം, അതായത് നമ്മൾ റെക്റ്റാങ്കിൾ ടൂവിൽ നമ്മളിപ്പോൾ കോപ്പി ബാക്ക്ഗ്രൗണ്ട്, ടൈൽസ്, ഗോഷൻ ബ്ലർ, എക്സ്പോഷറൊക്കെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു എക്സാക്റ്റ് കാര്യങ്ങൾ തന്നെ നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ലെയറിൽ കൊടുക്കാൻ പറ്റും. പക്ഷേ ഞാനിപ്പോൾ അതിങ്ങനെ കൊടുക്കാത്തതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ, ഇനിയിപ്പോൾ നിങ്ങൾക്ക് അഥവാ ഒരു ഓവർലേ ആഡ് ചെയ്യണം തോന്നുകയാണെന്നുണ്ടെങ്കിൽ, അതായത് സ്റ്റാർട്ടിങ്ങിലൊക്കെ ഒരു BCC ലൈൻസ് ഓവർലേസോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ഓവർലേസ് ആഡ് ചെയ്യാൻ തോന്നുകയാണെങ്കിൽ അതിനും നമ്മൾ ബ്ലറും ഈ ഒരു എക്സ്പോഷറും കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അപ്പോഴാണ് കുറച്ചും കൂടി ഫീൽ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതിന് കുറേ ടൈം പോകുന്നതിനെക്കാട്ടി നല്ലതാണ് പുതിയൊരു റെക്റ്റാങ്കിൾ ആഡ് ചെയ്തിട്ട് അതിൽ കൊടുക്കുകയാണെങ്കിൽ. നമ്മളിപ്പോൾ ആ ഒരു ഓവർലേ ആഡ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം നിങ്ങൾക്ക്. സോ ഞാൻ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ഒരു ഓവർലേ ഇതിലോട്ട് ആഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ഞാനൊരു ഓവർലേ ഇവിടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ആ ഒരു ഓവർലേ ഞാൻ ബ്ലെൻഡിങ്ങിൻ്റെ ഒപ്പോസിറ്റ് പോയിട്ട് ലൈറ്റ് ആൻഡ് സ്ക്രീൻ ക്ലിക്ക് ചെയ്യാണ്. സോ ബ്ലെൻഡ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഈ ഒരു കാര്യം ഡയറക്റ്റായിട്ട് നമുക്ക് വേണമെങ്കിൽ ഏറ്റവും ആ ഒരു റെക്റ്റാങ്കിൾ ടൂവിൻ്റെ അടിയിൽ, റെക്റ്റാങ്കിൾ ടൂവിലാണ് നമ്മൾ ബ്ലറും അതേപോലെ തന്നെ എക്സ്പോഷറും കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ അടിയിലായിട്ട് നിങ്ങൾ പ്ലേസ് ചെയ്യുകയാണെങ്കിൽ ആ ഒരു ഫീല് നമുക്ക് കിട്ടും. അതായത് ബ്ലറായിട്ട് നമ്മുടെ ഓവർലിയും ബ്ലറായിട്ട് വരും. സോ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു റെക്റ്റാങ്കിൾ ആഡ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, സോ ഞാൻ ആ ഒരു ഓവർലേ ഏറ്റവും അടിയിലായിട്ട് പ്ലേസ് ചെയ്യുകയാണ്. അതിനുശേഷം നമ്മുടെ ആ ഒരു ഓപ്പണിംഗ് ബാർ ഞാൻ ജസ്റ്റ് ഒന്ന് എനേബിൾ ചെയ്ത് കൊടുക്കുകയാണ്. റെക്റ്റാങ്കിൾ വണ്ണ് ഏറ്റവും ഫ്രണ്ടിൽ അല്ലെങ്കിൽ റെക്റ്റാങ്കിൾ വണ്ണ് ഏറ്റവും മുകളിൽ വരണം. കാരണം ആ ഒരു ഓപ്പണിങ്ങിന് യാതൊരു തടസ്സവും പാടില്ല, അല്ലെങ്കിൽ ഗോഷൻ ബ്ലറോ അങ്ങനെ ഒന്നും നമുക്ക് ഫീൽ ചെയ്യാൻ പാടില്ല. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക, ഓപ്പണിംഗ് ബാറിൽ നമ്മൾ ഒരിക്കലും മോഷൻ ബ്ലർ ആഡ് ചെയ്ത് കൊടുക്കരുത്. അത് ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ എന്തൊക്കെയോ ഒരു ബ്ലർനെസ് ഫീൽ ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഓപ്പണിംഗ് ബാറിൽ അങ്ങനെ മോഷൻ ബ്ലർ ആഡ് ചെയ്ത് കൊടുക്കാൻ പാടില്ല. ഇനി ഞാൻ ജസ്റ്റ് ഫൈനൽ ഔട്ട്പുട്ട് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. കണ്ടോ, നമ്മുടെ വീഡിയോ അടിപൊളിയായിട്ട് തന്നെ ഇവിടെ വന്നിട്ടുണ്ട്. സോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഈ ഒരു ഓപ്പണിംഗ് ബാർ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും. എന്തായാലും ഞാൻ ഈ ഒരു പ്രൊജക്റ്റിൻ്റെ XML ഫയൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. സോ ആ ഒരു ഗ്രാഫ് കാര്യങ്ങളൊക്കെ നിങ്ങൾ അവിടെ പോയിട്ട് ചെക്ക് ചെയ്ത് നോക്കുക, അല്ലെങ്കിൽ അവിടെ നിന്നും കോപ്പി ചെയ്തെടുക്കുക. ഓക്കെ, സോ താങ്ക്സ് ഫോർ വാച്ചിങ്. വി ക്യാൻ സീ നെക്സ്റ്റ് ടൈം. ബൈ.